ചോക്കോ ബനാന പാൻകേക്ക്. ഇത് അടിപൊളി പാൻകേക്കാണ്. ഇത് ഉണ്ടാക്കാൻ ഞാനൊരു വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായി ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ചെറിയ ചെറിയ പീസായി നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബോളിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഈ മൈദയിലേക്ക് നമുക്ക് 1 സ്പൂണ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. കൊക്കോ പൗഡറിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ കുറച്ച് ബദാം, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇനി മിക്സിലേക്ക് നമുക്ക് ബനാന ഇട്ട് കൊടുക്കാം, അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം, ബദാം ഇട്ട് കൊടുക്കാം, നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര അലിയുന്നത് വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാൻകേക്കിന് വേണ്ട ബാറ്റർ റെഡി ആയിട്ട് ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതിനുള്ള ഉപ്പ്. ഇനി ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്ന് തടവി കൊടുക്കുകയല്ല, നന്നായി ഒന്ന് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാൻകേക്കിന് വേണ്ട മിക്സ് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് പരത്തി കൊടുക്കാം. ഒരു റൗണ്ട് ഷേപ്പിലേക്ക് ആക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചൊന്ന് വേവിപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. മൂടി മാറ്റി കൊടുക്കാം. കൊക്കോ ബനാന പാൻകേക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പഴം കൊണ്ടുണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്, സ്നാക്സാണിത്. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിൽ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലൊരു ഐറ്റമാണ്, ഡിഷാണ്. ചായയുടെ കൂടെ നല്ലൊരു സ്നാക്സാണിത്. ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. സാധാരണ കേക്ക് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യാം. റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് ഇത് അടിപൊളി ടേസ്റ്റാണ്. ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ പാൻകേക്കും ഇഷ്ടമാവും. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.